ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ വിശേഷിപ്പിക്കും? രണ്ട് മുന്നണികളും വിജയിച്ച തെരഞ്ഞെടുപ്പ് എന്നോ, അതോ രണ്ട് മുന്നണികളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പെന്നോ? ഏതായാലും UDFന് ദയനീയ വിജയവും LDFന് അഭിമാനകരമായ പരാജയവും സമ്മാനിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. വിജയിച്ച മുന്നണിക്ക് നാണവും പരാജയപ്പെട്ട മുന്നണിക്ക് സന്തോഷവും നൽകിയ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതായിരിക്കും. തെരഞ്ഞെടുപ്പിലെ ഇത്തരം സവിശേഷതകൾ പഠിക്കുന്നതിനായി ഈ ആഴ്ചത്തെ തിരുവാതിർവ മാറ്റിവച്ചിരിക്കുകയാണ്. സ്വാഗതം. മത്സരിച്ച രണ്ട് മുന്നണികളും ഒരുപോലെ ടെൻഷൻ അടിച്ച ഒരു തിരഞ്ഞെടുപ്പ് അടുത്തെങ്ങും കണ്ടിട്ടില്ല. ടെൻഷന്റെ കാര്യത്തിൽ സോഷ്യലിസം നടപ്പാക്കാനായി എന്നതാണ് ഈ ഇലക്ഷൻ ഫലപ്രഖ്യാപന ദിവസത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. ഇന്ത്യയിൽ നിന്ന ഫലങ്ങൾ കേട്ട് പല പാർട്ടികളുടെയും നേതാക്കൾ ഒരുപോലെ നെഞ്ചെടുപ്പ് അനുഭവിച്ചു. അന്തിമ ഫലം അറിഞ്ഞ് രണ്ട് മുന്നണികളും സന്തോഷിച്ച തെരഞ്ഞെടുപ്പും അപൂർവങ്ങളിൽ അത്യപൂർവമാണ്. നേരിയ ഭൂരിപക്ഷത്തോടെ ഭരണപക്ഷമാകാൻ കഴിഞ്ഞതിൽ UDFും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പ്രതിപക്ഷമാകാൻ കഴിഞ്ഞതിൽ LDFും സന്തോഷിച്ചു. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഡ്രീം ബജറ്റുകൾ ഉണ്ടാക്കുന്ന ധനമന്ത്രിമാരെ പറ്റി നാം കേട്ടിട്ടുണ്ട്. എല്ലാ മുന്നണികളെയും തൃപ്തിപ്പെടുത്തുന്ന ഫലമുണ്ടാക്കുന്ന വോട്ടർമാരെ പറ്റി ആദ്യമായി കേൾക്കുകയാണ്. അതുകൊണ്ട് ഇരു മുന്നണികളും വോട്ടർമാരെ അഭിനന്ദിച്ചു. ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച വോട്ടർമാരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുക. മഹാഭൂരിപക്ഷത്തിൻ്റെ LDFിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയവും LDFിന്റെ സ്വാധീനവുമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പത്രപ്രവർത്തകരായി നേരിടുന്നതില്ല. ജനങ്ങൾ നൽകിയ ഈ ജനതയെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരു സംരക്ഷണം കേരളത്തിന് ഏറിയ പ്രദാനം ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരാൻ LDFന് കഴിഞ്ഞു തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. LDFുമായി സഹകരിച്ച LDFന് പിന്തുണ നൽകിയ എല്ലാ ആളുകൾക്കും ഈ ഘട്ടത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ സന്തോഷ കാഴ്ചകൾക്കിടയിൽ ചിലർ കണ്ണീർ പൊഴിച്ചെങ്കിലും അതും സന്തോഷമുള്ള കാര്യമായി. നല്ല കാര്യത്തിനു വേണ്ടി അല്പം കണ്ണീരൊഴുക്കുന്നതും നല്ലതല്ലേ? ഏകകണ്ഠമായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുക്കണമെന്നുള്ളതാണ് APCC പ്രസിഡന്റ് എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും എന്റെ അഭിപ്രായം എന്ന് ഞാൻ ഗവൺമെന്റ് ഉണ്ടാവും. പാർട്ടി രംഗത്ത് സന്തോഷമെല്ലാം സന്തോഷിച്ചു തീർത്താൽ പിന്നെ അവലോകനത്തിന്റെ സമയമാണ്. സാധാരണഗതിയിൽ പരാജയപ്പെട്ട മുന്നണിയാണ് അവലോകനം ആദ്യം തുടങ്ങേണ്ടത്. കാരണം അവർക്കിനി വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ വിജയിച്ച പാർട്ടിക്കാരാണ് തെരഞ്ഞെടുപ്പ് അവലോകനം ആദ്യം തുടങ്ങി വെച്ചത്. വിജയിച്ചവർക്ക് എന്ത് അവലോകനം ചെയ്യാൻ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വിജയിച്ചവരാണ് പരാജയത്തിന്റെ കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. കാരണം ഒന്ന്, 2 വിജയങ്ങളില്ല. ലോക്സഭാ ഇലക്ഷനിലെ 5 വിജയം, പഞ്ചായത്ത് ഇലക്ഷനിലെ 2 വിജയം. ഇത് കഴിഞ്ഞപ്പോൾ 2 ആത്മവിശ്വാസം UDF നേതാക്കന്മാർക്കും അണികൾക്കും ഉണ്ടായി. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്.
വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിലെ ജനങ്ങൾ UDF-നെ ജയിപ്പിക്കും. ആത്മവിശ്വാസം ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചുരുങ്ങിയ 100 സീറ്റെങ്കിലും ഇത്തവണ UDF-ന് നേടിയെടുക്കണമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പ്രവർത്തകർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അമിതമായ ആത്മവിശ്വാസം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയെന്നാണ് ചില സീറ്റുകളിൽ ചരമീകരിച്ചു തോന്നി. എന്നാൽ 110 സീറ്റുകളിൽ ജയിക്കും. ഈ ആത്മവിശ്വാസം കുറെ പ്രശ്നങ്ങൾ രക്ഷിച്ചു. ആത്മവിശ്വാസത്തിന്റെ കുഴപ്പം ഇതാണ്: കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. ഇനി രണ്ടാമത്തെ കാരണം, മറ്റൊരു 2 പ്രാവശ്യം കനത്ത ശിക്ഷ നൽകിയതിനു ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയോടും ഗവൺമെന്റിനോടും ശക്തമായ എതിർപ്പുണ്ടായിരുന്ന ചില മന്ത്രിമാരിലും അവരെ എതിർപ്പൊന്നുമായിട്ടുണ്ട്. 2001 അധികാരത്തിൽ വന്ന UDF സർക്കാരിനിട്ട് ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടാമത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മാരകമായി പ്രഹരിച്ചിട്ടും മൂന്നാമത് വന്ന 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് മയം കാണിക്കാൻ തോന്നാത്ത ദുഷ്ടന്മാരാണ് കേരളത്തിലെ വോട്ടർമാർ. LDF-നോടുള്ള വാശി 2 തവണയിൽ കൂടുതൽ കാണിക്കില്ലെന്ന് കേരളത്തിലുള്ളവർക്ക് നിർബന്ധമുണ്ട്. 2 പ്രാവശ്യം കനത്ത രീതിയിൽ തിരിച്ചടി വരുന്നതിലേക്ക് ചില കേന്ദ്രങ്ങൾക്ക്, ചില വ്യക്തികൾക്ക്, ചില എല്ലാം തന്നെ ഭാഷകളെ പഠിപ്പിച്ചല്ലോ. അതാണ് ആ വാശിയിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനിടെ വരുന്ന ലോക്സഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അഥവാ പിന്നിൽ പോയാലും പിന്നിൽ പോകുന്ന മുന്നണി അധികം ബേജാറാകരുത് എന്നതാണ് സന്ദേശം. ഇനി അവലോകനത്തിൽ കണ്ടെത്തിയ മൂന്നാമത്തെ കാരണം, പിന്നെ മൂന്നാമത്തേക്ക് തോന്നുന്നത് കാരണം 2 പരാജയങ്ങൾക്ക് ശേഷം ഇടതുപക്ഷങ്ങളൊന്നും ഗവൺമെന്റ് അവസാനത്തെ 6 മാസങ്ങൾ കുറച്ച് പുതിയ ശൈലി ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പെൺകുട്ടികളെ ഉപയോഗിച്ച മാന്യന്മാരെ ഞങ്ങൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് തീരുന്നവരെ എന്നതിന് മുമ്പായിട്ട് തന്നെ തെരുവിൽ കൂടി വിലങ്ങും വെച്ച് നടത്തുന്നതായി കാണാൻ കഴിയും. തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തിൽ 3 മാസത്തോളം മുഖ്യമന്ത്രി സ്വീകരിച്ച തന്ത്രപരമായ ചില പ്രചരണ ശൈലി അതും ഞങ്ങളുടെ സീറ്റുകൾ എണ്ണം കുറയ്ക്കാൻ ഇതാക്കിയിട്ടുണ്ട്. തലമറയ്ക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലമറക്കാത്തതല്ല എന്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണെന്റെ യൗവനം. എന്റെ പൊതുവായ കാഴ്ചപ്പാടുണ്ട്. മുഖ്യമന്ത്രിയുടെ ചില ഇലക്ഷൻ കാലത്ത് കൊടുക്കണം അവസാനമായിരുന്നു. അത് കുറച്ച് എഴുതിയിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി കൂടെ VS പക്ഷത്തായ സ്ഥിതിക്ക് ഈ അവലോകനം ഇവിടെ നിർത്താം. പരാജയപ്പെട്ട മുന്നണി എങ്ങനെ തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്നു എന്ന് നോക്കാം. അവിടെ പരാജയത്തെ പറ്റിയല്ല അവലോകനം, വിജയത്തെക്കുറിച്ചാണ്, വിജയിപ്പിച്ച ഫാക്ടറികളെ കുറിച്ചാണ്. ഞാനെന്തോ അതനുസരിച്ച് LDF-ന്റെയും CPI-ന്റെയും എല്ലാം തന്നെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കേവലമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് LDF ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ സാധാരണ നിലയ്ക്ക് ജനങ്ങളാകെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ നടപടികൾ സ്വീകരിച്ചൊരു ഗവൺമെന്റാണ്, ഇതിന്റെ തുടർച്ച ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഫോട്ടോ അച്ചടിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു എല്ലാവർക്കും നൽകുന്നത്. ഇത് ഇതുവന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പ്രതികരിച്ചിരുന്നു. അതെ, അങ്ങനെ ഓരോരുത്തർക്കും അവരെ സംബന്ധിച്ച് പഠിച്ചിട്ട് അവരുടെ ഒത്തിരി പറയാൻ പ്രകൽപ്പിക്കാനുള്ള സാഹചര്യം കേരളത്തിന്റെ ഇത്തരത്തിൽ ആദ്യമാണ് അല്ലേ? കേരളത്തിന്റെ ഇത്തരത്തിൽ ആദ്യമായി ഉണ്ടാവുകയാണ്. അപ്പൊ ആ ബന്ധങ്ങളോ അനുഭവങ്ങളാണല്ലോ എല്ലാം നിങ്ങൾക്കുണ്ടോ ലക്ഷണമാണോ? വിജയത്തിന് പല തന്തമാരുണ്ടാകുമെന്നും പരാജയം അനാഥരാകുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ്.
പരാജയപ്പെട്ടതിനാണ് പല പല വ്യാഖ്യാനങ്ങൾ ഇവിടെ ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം സിപിഎമ്മിനകത്ത് സംഘടനാപരമായ കരുത്ത് വർദ്ധിക്കുന്നതിനും തിരുത്തിനും സഹായകമാണ്. അതൊക്കെ നിങ്ങൾ ഒരുപാട് കാലം മോഹിച്ച് നടന്ന കാര്യങ്ങളല്ലേ. അതെല്ലാം അവസാനിപ്പിച്ച് കാലഘട്ടത്തിൽ ആ മോഹം കൊണ്ട് നടന്നിട്ടൊരു കാര്യമില്ല. അതങ്ങ് എടുത്തു വെക്കുന്നതാണ്. അതിന്റെ ആവശ്യമില്ല. അത് എൽഡിഎഫിനെ നയിച്ചയാൾ അദ്ദേഹമല്ലേ. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കാര്യങ്ങൾ പ്രചരണത്തിന് ഇറങ്ങുന്നതിലൊക്കെ അവർ ആശ്ചര്യം വന്നിരിക്കും. ഒരു സൗകര്യമാണ്. അങ്ങനെ ഈ കേരളത്തിലൊരു അവകാശമില്ലേ, LDFന്റെ ഒരു സ്വത്തല്ലേ അദ്ദേഹം. നമ്മൾക്കുണ്ടാകാം അയാളെ അനുസരിച്ച് വലിയ താമസിക്കാറുണ്ടാവും. ഇത്രയൊക്കെ ആയിട്ടും പാർട്ടിയിൽ ആരും ഉള്ള തുറന്ന് ചിരിക്കാത്തത് എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇതിനു മുമ്പ് നടന്ന പല തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അവർ തിരിച്ചുണ്ട്. ഇത്രയേറെ LDF നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ നേതൃത്വം കൊടുത്തിട്ട് വന്ന് ഇപ്പോൾ തിരിച്ചുണ്ട്. ഇത് ആവശ്യം വേണ്ട സന്ദർഭത്തിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല ചിരിക്കൊണ്ടേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ചിരി കണ്ടില്ല എന്നുള്ളതുകൊണ്ട് ശരി ലെസ്സായിട്ടുള്ള ഒരാളാണ് ഞാൻ. ചിരിക്കാതിരിക്കുന്ന ആളാണ് ഞാനെന്ന് ധരിക്കണ്ട. ദുഃഖിക്കേണ്ട ആളുകൾക്ക് ദുഃഖിക്കാനുള്ള സന്ദർഭവും നമ്മുടെ കേരളത്തിൽ ഓരോ സന്ദർഭത്തിലും ഉണ്ടാകാവുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദുഃഖിക്കുകയും ചെയ്യാം. ശരി, സന്തോഷം. ഒരു പക്ഷേ വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞ് ഉറക്കെ ചിരിക്കാനായി VS ചിരിയെല്ലാം ഉള്ളിലടക്കി വച്ചിരിക്കുകയായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം ഉള്ളിലടക്കി വെച്ച മറ്റു ചില തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ കൂടി കാണാം.